എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ മാധുര അവൻ ബ്ലാക്ക് സെഡ്സൂനോട് ചോദിക്കും, നീ ഇപ്പോഴും ഈ ഒബീറ്റോയുടെ ബോഡിയിൽ ഒട്ടിയിരിക്കുകയാണോ? അതിനവൻ പറയും, അതെ, ആ 9 പവർ ഞാൻ അബ്സോർബ് ചെയ്തു. സോ അതെന്നിൽ നിന്നും ആരും അബ്സോർബ് ചെയ്ത് എടുക്കാതിരിക്കാനാണ് ഞാൻ ഇവന്റെ ബോഡിയിൽ ഒട്ടിയിരിക്കുന്നത്. ഇവിടെ കാറ അവനാണെങ്കിൽ മാധുരയും ബ്ലാക്ക് സെഡ്സൂനൊക്കെ കണ്ട് അങ്ങനെ ടെൻഷനായിട്ട് നിൽക്കുകയാണ്. ബ്ലാക്ക് സെഡ്സു സ്റ്റൈലായിട്ട് പറയും, ഇനി എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. ഒറോച്ചിമാറു മാധുര അവനിവിടേക്ക് എത്തിക്കഴിഞ്ഞു, ഇനി എന്നെ ആരെക്കൊണ്ടും തൊടാൻ കഴിയില്ല എന്ന് പറഞ്ഞ് അവൻ ഒബീട്ടോയുടെ ബോഡിയിൽ നിന്ന് ഡിറ്റാച്ച് ആവാൻ ശ്രമിക്കും. പക്ഷെ ഒബീട്ടോ ബ്ലാക്ക് സെഡ്സൂനെ അങ്ങനെ പിടിച്ചു വലിച്ച് അവന്റെ ബോഡിയിൽ തന്നെ നിർത്തും. ഉടനെ ഒബീട്ടോ അവൻ ഫുൾ കലിപ്പില് മാധുരയോട് ചോദിക്കും, ഞാൻ നിനക്ക് ആരാണ്? അത് കേട്ട് മാധുര ചിരിക്കും. മാധുര പറയും, നീയാണ് സാക്ഷാൽ മാധുര. അത് കേട്ട് ഒബീട്ടോ അവനൊരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ഫ്ലാഷ് ബാക്കിൽ മാധുര പറയും, ഞാൻ തിരികെ എത്തുന്നത് വരെ നീ ആയിരിക്കും ഇനി ഈ ലോകത്ത് മാധുര എന്നറിയപ്പെടുക. കട്ട് ചെയ്ത മാധുര അവൻ വീണ്ടും ഇപ്പൊ ഒബീട്ടോയെ മാനിപ്പുലേറ്റ് ചെയ്ത് അവന്റെ വഴിയിൽ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. ആക്ച്വലി നീയാണ് എന്റെ വഴികാട്ടി. ആ സേജ് ഓഫ് സിക്സ് പാത്ത് അവൻ നശിപ്പിച്ചു വെച്ച ഈ ഒരു ലോകത്തെ അതിനെ പഴയ രീതിയിലാക്കാൻ വന്നവനാണ് ഞാൻ. എന്നെ സപ്പോർട്ട് ചെയ്യാൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടായ സാക്ഷാൽ ഒബീട്ടോ നീയും. ആക്ച്വലി നിനക്കൊരു കാര്യം അറിയോ? ഈ സേജ് ഓഫ് സിക്സ് പാത്തിന്റെ പവർ അത് ഓരോരുത്തരുമായിട്ട് ലിങ്ക് ചെയ്യുന്ന ഒരു തരം ലിങ്കിങ് പവറാണ്. ഈ ഒരു പവർ ഉപയോഗിച്ച് ലോകത്തിൽ സമാധാനം തിരികെ പിടിക്കാനാണ് ആ സേജ് ഓഫ് സിക്സ് പാത്ത് ആഗ്രഹിച്ചിരുന്നത്. ആ സേജ് ഓഫ് സിക്സ് പാത്ത് ആണ് നിഞ്ചിപ്സു അത് ക്രിയേറ്റ് ചെയ്തത്. പക്ഷെ അതിനുശേഷം അവൻ ആ സേജ് പവർ അത് മറ്റുള്ളവരുമായിട്ട് ലിങ്ക് ചെയ്യുന്നത് സ്റ്റോപ്പ് ചെയ്തു. ആ ഒരു പവർ മുഴുവൻ അവൻ അവന്റെ ബോഡിയിൽ തന്നെ നിർത്തണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചു. സേജ് പവർ കിട്ടിയവരെല്ലാവരും ചക്ര നേച്ചർ ചേഞ്ച് ചെയ്ത് പരസ്പരം അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ആക്ച്വലി ആ ഒരു സേജ് പവർ അത് ക്രിയേറ്റ് ആയതുപോലും ലോകത്തിലെ സമാധാനം തിരികെ പിടിക്കാനാണ്. സേജ് ഓഫ് സിക്സ് പാത്ത് പവർ അതവന്റെ അമ്മയാണ് ആക്ച്വലി ക്രിയേറ്റ് ചെയ്തത്. ആ പവർ ഉപയോഗിച്ച് പരസ്പരമുള്ള സ്നേഹവും വിശ്വാസവും ഒക്കെ തന്നെ ഇൻക്രീസ് ചെയ്യണം എന്നാണ് അവർ ആഗ്രഹിച്ചത്. പക്ഷെ നടന്നത് അതിന് ഓപ്പോസിറ്റ് ആണ്. സോ ഇനിയും ഈ ആക്രമണങ്ങൾ നടക്കാനായിട്ട് പാടില്ല. അതുകൊണ്ടാണ് ഞാനൊരു പുതിയ പ്ലാൻ ഇട്ടത്. ആ പ്ലാനാണ് ഇൻഫിനിറ്റി സുക്കിനോമി. പുതിയൊരു ലോകം ക്രിയേറ്റ് ചെയ്ത് സമാധാനം പുനഃസ്ഥാപിക്കുക എന്ന എൻ്റെ പുതിയ പ്ലാൻ. നീയാണ് അതിനെന്റെ വലങ്കയായി എൻ്റെ കൂടെ നിൽക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാനാണ് സാക്ഷാൽ മാധുര. ഒബീട്ടോ നമ്മൾ പഴയതുപോലെ വീണ്ടും ഒന്നായിരിക്കണം. ഒബീട്ടോ വീണ്ടും മാധുരയുടെ ചതിക്കുഴിയിൽ വീണ് അവന്റെ അടുത്തേക്ക് പോവും. അത് കണ്ട മിനട്ടോയും കാക്കാഷിയും ബാക്കിയുള്ള ഷിനോബികളെല്ലാവരും ചേർന്ന് അവരറിഞ്ചം പൊറഞ്ചം അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അവരെങ്ങനെയൊക്കെ കൗണ്ടർ അറ്റാക്ക് ചെയ്തിട്ടും അവർക്ക് രണ്ടുപേർക്കും ഒരു പോറൽ പോലും ഏൽക്കില്ല. മിനട്ടോ ആണെങ്കിൽ വീണ്ടും അവന്റെ റെസറങ്ങൻ പവർ അത് വലിച്ചെറിയും. അത് കണ്ട മാധുര അത് മിനട്ടോയ്ക്ക് നേരെ അട്ടിച്ചു തെറിപ്പിക്കും. എന്നിട്ട് വീണ്ടും ഒബീട്ടോയ്ക്ക് അടുത്തേക്ക് നടന്നടുക്കും. ഉടനെ ഒബീട്ടോ അവനും മാധുരയ്ക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത് അങ്ങനെ ഒന്നാവാൻ തുടങ്ങും. ഇവിടെ സാക്കുറയാണെങ്കിൽ അത് കണ്ട് ഷോക്കാവും. അവർ രണ്ടുപേരും വീണ്ടും ഒന്നാവാണോ? കട്ട് ചെയ്ത ഇവിടെ ഒബീട്ടോ അവൻ ഷെയ്ക്ക് ഹാൻഡ് കൊടുത്ത കൈ അതങ്ങനെ വലിച്ചെടുത്ത് മാധുരയുടെ നെഞ്ചിൽ തന്നെ ആഞ്ഞു കുത്തും. അത് കണ്ട് മാധുര അവനും ഒരു സെക്കൻഡ് ഷോക്കായി ഒബീട്ടോയെ നോക്കും. അപ്പോൾ ഒബീട്ടോ അവൻ ചലനം അറ്റുകിടക്കുന്ന നറൂട്ടോയെ നോക്കി അവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അങ്ങനെ ആലോചിക്കും. ഹൊക്കാഗെ ആകാനും ലോകത്തിൽ മുഴുവൻ നന്മയും സമാധാനവും കൊണ്ടുവരാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ. അതിന് കുറുക്കുവഴികളൊന്നുമില്ല. മാത്രമല്ല തന്റെ ഫ്രണ്ട്സിന്റെയും ജനങ്ങളുടെയും ജഡത്തിന് മേൽ ചവിട്ടി ആവരുത്. ഒരിക്കലും ഒരാൾ ഗോഡാവാനും ഹൊക്കാഗെ ആവാനും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് ഒബീട്ടോ അവനിപ്പോ കുട്ടപ്പന്റെ ടീമിൽ ചേർന്നു. മാധുരയ്ക്കാണെങ്കിൽ അത് തീരെ ദഹിക്കില്ല. ഓഹോ, അപ്പൊ നീയും ഇവരുടെ ടീമിൽ ചേർന്നല്ലേ? അങ്ങനെയാണെങ്കിൽ നീയും ഇവരോടൊപ്പം തന്നെ ഇവിടെ കിടന്ന് മരിക്കാൻ പോവാണ്. ഒബീട്ടോ അടിച്ചു പറയും, നിന്റെ വലങ്കയായി ജീവിക്കുന്നതിലും ഭേദം മരിക്കുന്നത് തന്നെയാണ്. ഇത്രയും കാലം ഞാൻ നിന്റെ കൂടെ ചേർന്ന് തെറ്റായ പാതയിലാണ് സഞ്ചരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഇനി ഒരിക്കലും അതിന് ഞാൻ തയ്യാറാവില്ല. എന്റെ പാത അത് ഞാൻ കണ്ടെത്തി കഴിഞ്ഞു. ഉടനെ ഒബീട്ടോ അവനിപ്പോ മാധുരയുടെ പവർ കുറേശ്ശെ അബ്സോർബ് ചെയ്യാൻ തുടങ്ങും. അടുത്ത നിമിഷം അവനും സേജ് ഓഫ് സിക്സ് പാത്തിന്റെ പവറിലേക്ക് പോയി അങ്ങനെ മാസായിട്ട് നിൽക്കും. മാധുര എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപ് ഒബീട്ടോ അവനെ ടെലിപ്പോർട്ട് ചെയ്ത് ഇപ്പൊ അവന്റെ മൈൻഡിലേക്ക് പോവും. മാധുരയാണെങ്കിൽ അവന്റെ മൂവ്മെന്റ് കണ്ട് അങ്ങനെ ഒരു സെക്കൻഡ് ഫ്രീസ് ആയി പോവും. ഉടനെ മാധുര ഒബീട്ടോട് ചോദിക്കും, ഓ, നീ എന്റെ ബോഡിയിലെ ആ ടെയിൽഡ് ബീസ്റ്റുകളെ അബ്സോർബ് ചെയ്യാൻ ശ്രമിക്കുകയാണല്ലേ? നിനക്കൊരു പുതുജീവൻ തന്ന എന്നെ തന്നെ
നീ ഇപ്പൊ ചലഞ്ച് ചെയ്യുന്നു. പക്ഷെ ഒരിക്കലും നിനക്കെന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. പക്ഷെ അപ്പോഴേക്കും ഒബീട്ടോ 8th ടെയിലിനെയും 1 ടെയിലിനെയും മാധുരയുടെ ബോഡിയിൽ നിന്ന് അബ്സ്ട്രാക്ട് ചെയ്തെടുക്കും. അതിനുശേഷം ഇപ്പൊ കാക്കാഷിയോട് വിളിച്ചു പറയും, കാക്കാഷി, നറൂട്ടോ എത്രയും പെട്ടെന്ന് ടൈം സ്പേസിലേക്ക് കൊണ്ടുപോ. കാക്കാഷിക്കാണെങ്കിൽ ഇപ്പൊ ഒബീട്ടോയുടെ പ്ലാൻ മനസ്സിലാവും. അവൻ അടുത്ത സെക്കൻഡ് കാമുയി ജിപ്സ് ഉപയോഗിച്ച് ഇപ്പൊ കുട്ടപ്പനെ ടൈം സ്പേസിലേക്ക് കൊണ്ടുപോകും. ഒബീട്ടോ ആ 9 ടെയിലിനെ അതിനെ അങ്ങനെ അബ്സോർബ് ചെയ്ത് നറൂട്ടോയുടെ ബോഡിയിലേക്ക് എത്രയും പെട്ടെന്ന് തിരികെ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നതെന്ന് കാക്കാഷിക്ക് മനസ്സിലാവും. അവിടുന്ന് അങ്ങനെ സൂം ഔട്ട് ചെയ്ത ഇവിടെ സാക്കുറ, അവൾക്കാണെങ്കിൽ അവളുടെ പേടി അത് കൂടി വരും. അതേസമയം ഒബീട്ടോ അവനും കാമുയി ജിപ്സ് ഉപയോഗിച്ച് മറ്റൊരു ഡയമെൻഷനിലേക്ക് പോവും. പക്ഷെ എന്താ, അവന് സേജ് ഓഫ് 6 പാത്തിന്റെ പവർ ഉള്ളതുകൊണ്ട് തന്നെ കാമുയി ജിപ്സു അത് പതിയെ മാത്രമേ അവന്റെ ബോഡിയിൽ വർക്കാവൂ. കാക്കാഷി ഒബീട്ടോട് പറയും, നീ പറഞ്ഞതുപോലെ തന്നെ കുട്ടപ്പനെ ഞാൻ മറ്റൊരു ടൈം ഡയമെൻഷനിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞു. ഇനി എല്ലാ കാര്യങ്ങളും ഞാൻ നിന്റെ കയ്യിൽ വിട്ടു തരാണ്. അപ്പോ ഒബീട്ടോ അവൻ വീണ്ടും ഒരു ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ഫ്ലാഷ് ബാക്കില് റിന്നാണെങ്കിൽ ഇപ്പൊ ഒബീട്ടോയെ വലിയൊരു ഉത്സവം കാണിക്കാൻ കൂട്ടിക്കൊണ്ട് പോവാണ്. അവിടെ വെച്ച് അവിടേക്ക് എത്തുമ്പോഴായിരിക്കും അവിടെ നെഞ്ചിപ്സു കോമ്പറ്റീഷനുള്ള കാര്യം നമ്മുടെ ചെക്കനും ചെക്കിയും കാണുക. ആരാണോ ആ ഒരു നെഞ്ചിപ്സു അത് കറക്റ്റായിട്ട് ചെയ്യുന്നത്, അവർക്ക് ഗിഫ്റ്റായിട്ട് ഒരു സിൽവർ കത്തി അതായിരിക്കും ഗിഫ്റ്റായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ടാവുക. ഒബീട്ടോ പറയും, ഉറപ്പായാലും ആ സിൽവർ കത്തി അതെനിക്ക് സ്വന്തമാണ്, ഇതിൽ ഞാൻ തന്നെ ജയിക്കുന്നു പറഞ്ഞ് അവനിപ്പോ കോമ്പറ്റീഷന് വേണ്ടി കയറി ചെല്ലും. ഒബീട്ടോ പറയും, ഞാൻ ഫയർ സ്റ്റൈൽ ഫയർ ജിപ്സു ആണ് ഇവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്, ഫയർബോൾ ഫയർ ജിപ്സു ആണ് ഞാൻ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞ് അവന്റെ വായിലൂടെ ഫയർബോൾ ക്രിയേറ്റ് ചെയ്യാനായിട്ട് അങ്ങനെ ശ്രമിക്കും. പക്ഷെ വലിയ രീതിയിലൊന്നും ഫയർ പുറത്തേക്ക് വരില്ല. പക്ഷെ എങ്കിലും ഏറ്റവും നല്ല ടോപ്പായിട്ട് നെഞ്ചിപ്സ് ഉപയോഗിച്ചത് അത് ഒബീട്ടോ ആണ്. റിന്നിനാണെങ്കിൽ അത് കണ്ട് ഭയങ്കര സന്തോഷാവും. അവള് ഭയങ്കര ആവേശത്തില് കൈ അടിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. അവസാനമായി മത്സരിക്കാൻ സാക്ഷാൽ കാക്കാഷി അവനായിരിക്കും അവിടേക്ക് വരിക. ഞാൻ എർത്ത് സ്റ്റൈൽ മഡ്വെയിൽ അതാണ് ഉപയോഗിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞ് അവൻ സെക്കൻഡ് കൊണ്ട് ആ ജിപ്സ് ക്രിയേറ്റ് ചെയ്യും. ഉടനെ അവിടെ മുഴുവൻ ആടിയോലയും. അതുകൊണ്ട് എല്ലാവരും ഇപ്പൊ ഇംപ്രസ്ഡ് ആവും. വാവ്, സൂപ്പർ. അങ്ങനെ ഒടുവില് നമ്മുടെ കാക്കാഷി ആയിരിക്കും ആ ഒരു ഗെയിമില് വിന്നറായിട്ട് പ്രഖ്യാപിക്കുക. ഒബീട്ടോയ്ക്കാണെങ്കിൽ കാക്കാഷിയോടുള്ള ദേഷ്യം അത് കൂടി വരും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത് അവൻ കളിക്കാനായി പ്ലേ ഗ്രൗണ്ടിലേക്ക് പോകുമ്പോഴായിരിക്കും അവരുടെ ഫ്രണ്ട്സിന്റെ കൂടെ ഇപ്പൊ കാക്കാഷിയെ കാണാം. ഗെയിമിൽ കാക്കാഷി ആണെങ്കിൽ ആ ബോട്ടിൽ വെച്ച് അങ്ങനെ അറഞ്ചം പൊറഞ്ച കളിക്കും. കാക്കാഷിയുടെ മുൻപിൽ ഒബീട്ടോയ്ക്ക് പിടിച്ചു നിൽക്കാനോ ആ ഗെയിമിൽ ജയിക്കാനോ കഴിയാതെ അവൻ ദാരുണമായി തോറ്റുപോകും. ഉടനെ എല്ലാവരുടെയും പാരന്റ്സ് വന്ന് അവരുടെ കുട്ടികളെ അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോകും. ഒബീട്ടോയും കാക്കാഷിയും അവർ രണ്ടുപേരും മാത്രം അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ കാക്കാഷി അവൻ ഒബീട്ടോയോട് പറയും, ഒബീട്ടോ, ആക്ച്വലി നിനക്ക് നല്ല പവറൊക്കെ ഉണ്ട്, പക്ഷെ കറക്റ്റായിട്ട് ഉപയോഗിക്കാത്തത് കൊണ്ടാണ് പല സമയത്തും നീ തോറ്റു പോകുന്നത്. അതിന് ഒബീട്ടോ അവൻ ദേഷ്യപ്പെട്ടു പറയും, എനിക്ക് ആരുടെയും ഉപദേശം കേൾക്കേണ്ട ആവശ്യമില്ല, എന്റെ ലൈഫ് എനിക്ക് ഇഷ്ടമുള്ളതുപോലെ ഞാൻ കൊണ്ടുപോകും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത എൻട്രൻസ് സെറിമണിക്ക് വേണ്ടി ഒബീട്ടോ അവൻ ഓടി വരികയാണ്. പക്ഷെ അവൻ എത്തുമ്പോഴേക്കും എൻട്രൻസ് സെറിമണി അത് കഴിഞ്ഞിട്ടുണ്ടാവും. ഒബീട്ടോയെ കണ്ട് കാക്കാഷി കളിയാക്കും. ഉടനെ റിന്ന് അവൻ ആവശ്യമായിട്ടുള്ള സർട്ടിഫിക്കറ്റ് എടുത്ത് അവന്റെ കയ്യിൽ കൊടുക്കും. ഒബീട്ടോ പറയും, ഉറപ്പായാലും ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ വലിയൊരു ഹൊക്കാഗെ ആവും, എന്റെ പവർ കണ്ട് എല്ലാവരും ഞെട്ടും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് ഓരോ ദിവസം കഴിയുന്തോറും അവൻ കാക്കാഷിയോട് തോറ്റുകൊണ്ടേയിരിക്കും. ട്രെയിനിങ്ങിലും മത്സരത്തിനും അങ്ങനെ എല്ലാ കാര്യങ്ങളിലും അവൻ ദാരുണമായിട്ട് പരാജയപ്പെടും. അവസാനം റിന്ന് അവളിപ്പോ കാക്കാഷിയോട് സംസാരിച്ചു പോകുന്നത് കാണുമ്പോൾ അവൻ ഒരുപാട് വിഷമാവും. അതിനുശേഷം കാക്കാഷിയുടെ പപ്പ ആള് മരിച്ചതിന് ശേഷമാണ് ഒബീട്ടോയ്ക്ക് കാക്കാഷിയോട് ഒരല്പമെങ്കിലും അലിവ് തോന്നിയത്. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.